ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ തന്നെ അർച്ചനയുമുണ്ട്. രാത്രിയിൽ ചിന്നുവും അർച്ചനയും നല്ല ഉറക്കത്തിലായിരിക്കും. പെട്ടെന്ന് അർച്ചന ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഒരു ദുസ്വപ്നം കണ്ടിട്ടാണ് അർച്ചന എഴുന്നേൽക്കുന്നത്. ആ രക്ഷകൻ അർച്ചനയെ കാണാൻ വരുന്നതാണ് അർച്ചന സ്വപ്നം കാണുന്നത്. അർച്ചനയെ കണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു JKയുടെ പുസ്തകം വായിക്കാനായി തന്നിരുന്നു, അതെനിക്ക് തിരികെ കിട്ടിയില്ല, അത് വാങ്ങാനാണ് ഞാൻ വന്നത്, അതെനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ പുസ്തകം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് വന്നത്, ഞാൻ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല, എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്നും പോയെന്ന് പറഞ്ഞ് അർച്ചന റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും രക്ഷകൻ അർച്ചനയുടെ കയ്യിൽ പിടിക്കുകയാണ്. അർച്ചന അപ്പോൾ തന്നെ അയാളെ തള്ളി മാറ്റുന്നുണ്ട്. ഇതാണ് അർച്ചന കാണുന്ന ആ സ്വപ്നം. അർച്ചന പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് കണ്ട് ചിന്നുവും എഴുന്നേൽക്കുന്നുണ്ട്. ചിന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തു പറ്റി, എന്തെങ്കിലും സ്വപ്നം കണ്ടതാണോ? അമ്മയ്ക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, അമ്മയും കിടന്നോളൂ എന്ന് പറഞ്ഞ് ചിന്നു അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്, ആ പുസ്തകം ഞാൻ തിരിച്ചു കൊടുത്തതാണെന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അർച്ചനയും ദീപ്തിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതിനുശേഷം ദീപ്തിയോട് അർച്ചന കരിമലക്കൊടിയിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്നലെ കണ്ട ആ സ്വപ്നത്തിനെ കുറിച്ചും ദീപ്തിയോട് പറയുന്നുണ്ട്. ദീപ്തി അപ്പോൾ ആ രക്ഷകനെ കുറിച്ച് അർച്ചനയോട് കൂടുതലായി ചോദിക്കുകയാണ്. നീ അയാളെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ, അയാളുടെ പേര് പോലും ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അയാളെ എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചതാണ്, അതുകൊണ്ട് എന്നെ കുറിച്ചും ഞാൻ അയാളോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാണ്. അതിനുശേഷം അർച്ചന JKയുടെ പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇതുവരെ എത്തിയത് JKയുടെ പുസ്തകങ്ങളാണ്, അതിലേറ്റവും എനിക്കിഷ്ടം മീര എന്ന നോവലാണ്, സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താത്ത മനുഷ്യനാണ് JK എന്നൊക്കെ ദീപ്തിയും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ രക്ഷകൻ ആളൊരു നിസാരക്കാരനല്ല, അയാള് വല്ല ലഹരി മാഫിയയിൽപ്പെട്ട ആളായിരിക്കുമെന്നൊക്കെ ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ശരിക്കും നിനക്ക് അയാൾ CPR തന്നോ എന്ന് ദീപ്തി ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷെ അയാൾ തന്നു എന്നാണ് പറയുന്നത്. അർച്ചന പറയുമ്പോ വീണ്ടും വീണ്ടും ആ CPR തന്നതിനെ കുറിച്ച് ദീപ്തി ചോദിക്കുമ്പോ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. ദീപ്തി സ്റ്റോപ്പ് ഇറ്റ്, മതി, എനിക്കിനി ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവർ ആ ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് റെസ്റ്റോറന്റിലെ വെയിറ്റർ അവർക്ക് ചായ കൊടുന്നു കൊടുക്കുന്നുണ്ട്. രണ്ടുപേര് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്തി അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, കരിമലക്കൊടിയിൽ വെച്ച് നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ആരാണ്, ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ദീപ്തി തന്റെ സംശയം പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും പ്രതികൾ എന്നെ അപായപ്പെടുത്താൻ നോക്കിയതായിരിക്കുമെന്ന് പറയാണ്. ദീപ്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചിന്നുവിനെ ഡിസ്ചാർജ് ചെയ്തോ, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, അവളുടെ അമ്മാവന്മാർ അവിടെ ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും കരിമലക്കൊടിയിലെ പീഡന കേസ് ഫയൽ ചെയ്യാനായി പോവാനായി നിൽക്കുകയാണ്. ആ കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജഗദീഷ് വക്കീൽ വരുന്നത്. അയാൾ ഇവര് സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ദീപ്തി അത് കാണുന്നുമുണ്ട്. പിന്നീട് ദീപ്തി ഓരോന്ന് ചോദിക്കുമ്പോ ജഗദീഷ് വക്കീല്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, കാര്യം എന്തുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പറ എന്ന് ജഗദീഷ് വക്കീല് ദീപ്തിയോട് പറയാണ്. അപ്പൊ അർച്ചന പറയുന്നുണ്ട്, വിജയശങ്കറിന് പണി കൊടുത്തിട്ട് ഇവിടെ വേറൊരു വക്കീലും നിലനിൽക്കുന്നില്ലെന്നല്ലേ നിങ്ങളന്ന് പറഞ്ഞത്, എന്നാൽ കോടതിയിൽ ഫയൽ ചെയ്യില്ലെന്ന് പറഞ്ഞ അടിവരയിട്ട ആ കേസ് തന്നെ അർച്ചന അസോസിയേറ്റ്സ് കോടതിയിൽ എത്തിക്കും, ഇത് നിങ്ങളുടെ ബോസിനെ ഒന്ന് അറിയിച്ചേക്കെന്ന് അർച്ചന പറയുന്നുണ്ട്. ഇത് കേട്ട് ജഗദീഷ് വക്കീൽ ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന വീണ്ടും പറയുന്നുണ്ട്, കേസ് കോടതിയിൽ എത്തിക്കരുതെന്ന് ചിലർ ആഗ്രഹിച്ചിരുന്നു, ഇവരൊക്കെ നിരാശരാക്കിക്കൊണ്ട് ആ കേസ് കോടതിയിൽ എത്താൻ പോവുകയാണ്. കേസ് ഏറ്റെടുത്തതോടെ അർച്ചന അസോസിയേറ്റ്സ് ഇവിടെ നിലനിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഇഞ്ഞു പോവാനല്ല, തന്റെ ബോസിനോട് പോയി പറഞ്ഞേക്ക്. ശരിയെന്നാ ദീപ്തി, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അർച്ചനയും ദീപ്തിയും കേസ് ഫയൽ ചെയ്യാനായി അവിടെ നിന്നും ഇറങ്ങുകയാണ്. പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയശങ്കർ നിൽക്കുന്നുണ്ടാവും. ദീപ്തി അപ്പോ വിജയശങ്കറിനെ പരിഹസിക്കുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അഹങ്കരിക്കണ്ട, ഈ കേസിൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ ഈ കേസ് കോടതിയിൽ എത്തില്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതാ അത് കോടതിയിൽ എത്താൻ പോവുകയാണ്, ഇപ്പൊ പരാജയപ്പെടുമെന്ന് പറയുന്നു, നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ല, നിങ്ങൾക്കാണ് പരാജയപ്പെടുമെന്നുള്ള പേടി എന്നൊക്കെ അർച്ചന വിജയശങ്കറിനെ പരിഹസിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നീ അധികം പ്രസംഗിക്കൊന്നും വേണ്ട അർച്ചനെ, നീ ചാടിയാൽ എത്രത്തോളം ചാടുമെന്ന് എനിക്കറിയാമെന്ന് വിജയശങ്കർ താക്കീത് കൊടുക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ കേസിന്റെ എതിർഭാഗത്ത് നിങ്ങൾക്ക് വരാമോ എന്ന് പറഞ്ഞ് അർച്ചന ദീപ്തിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയുടെ വെല്ലുവിളി കേട്ട് വിജയശങ്കർ പറയുന്നുണ്ട്, ആ വെല്ലുവിളി അവളുടെ തകർച്ചയ്ക്കുള്ളതാണ്, അവളുടെ നാശം കാണാനാണ് എന്നൊക്കെ വിജയശങ്കർ ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്. അതിനുശേഷം അച്ചുവിനെയും രുക്കുവിനെയും കാണിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വന്ന് രുക്കു റിമോട്ടും വാങ്ങിച്ചുകൊണ്ട് TV ഓഫ് ചെയ്യാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് രുക്കു കാണിച്ചത്, മൂവി ഇതുവരെ കംപ്ലീറ്റ് ആയില്ല എന്ന്
പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോയാലോ? കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ ഹണിമൂണൊന്നും പോയില്ലല്ലോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ രമ്യ അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് രമ്യ പറയുന്നുണ്ട്, ഈ സമയത്ത് എങ്ങനെ പോവാനാണ്? 3 മാസത്തേക്കെങ്കിലും റെസ്റ്റ് വേണമെന്ന് രമ്യ പറയുന്നുണ്ട്. ഇത് കേട്ട് രുക്കുവിന് ദേഷ്യം വരികയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, കറക്റ്റ് ആണ്, ഈ സമയത്ത് യാത്രയൊന്നും വേണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അർച്ചന കോടതിയിൽ നിന്നും വീട്ടിലെത്തുന്നുണ്ട്. രുക്കുവിന്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി വീണ്ടും അച്ചു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രുക്കുവിന് വേണ്ടിയിട്ടാണ് അർച്ചന ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത്. രമ്യ ചിന്നു എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട്, ചിന്നു നല്ല ഉറക്കത്തിലാണ്, ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയാണ്. പിന്നീട് രുക്കു, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അർച്ചന അത് രുക്കുവിന് കൊടുക്കുന്നുണ്ടെങ്കിലും രുക്കു അത് വാങ്ങാതിരിക്കുകയാണ്. അച്ചു അപ്പൊ വേഗം വന്ന് അത് വാങ്ങിച്ചുകൊണ്ട്, താ ചേച്ചി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് അച്ചു രുക്കുവിന് കൊടുക്കുന്നുണ്ട്. രുക്കു ആണെങ്കിൽ അത് വാങ്ങാതെ വോമിറ്റിംഗ് വരുന്നത് പോലെ അഭിനയിക്കുകയാണ്. അച്ചു എനിക്കിത് വേണ്ട, ഞാനിതൊന്നും കഴിക്കില്ല, കണ്ടപ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു, ചേച്ചി ഇനി ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ട് വരരുതെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ഇത് കണ്ട ആകെ സങ്കടം വരുന്നുണ്ട്. അച്ചു എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് സങ്കടമായോ രുക്കു അങ്ങനെ ചെയ്തതിൽ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇല്ലടാ എനിക്കെന്തിനാണ് സങ്കടം, ഈ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ, ചിന്നുവിനെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു, നീ എന്തായാലും അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം, നിന്റെ അവസ്ഥ എനിക്കറിയാം, ഈ ക്യാഷ് നീ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കുറച്ച് ക്യാഷ് എടുത്ത് അച്ചുവിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അച്ചു അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അർച്ചന കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. പിന്നീട് അച്ചു റൂമിലേക്ക് പോകുന്നുണ്ട്. രുക്കു ആണെങ്കിൽ റൂമിൽ കിടക്കുകയായിരിക്കും. അച്ചു അപ്പൊ പോയി ചോദിക്കുന്നുണ്ട്, രുക്കു നീ എന്താണ് ചേച്ചിയോട് അങ്ങനെ ബിഹേവ് ചെയ്തത്? ചേച്ചി എന്ത് സ്നേഹത്തോടെയാണ് നിനക്ക് ഫ്രൂട്ട്സ് തന്നത്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിനക്കത് സ്വീകരിക്കാമായിരുന്നു എന്ന് ദേഷ്യത്തോടെ അച്ചു ചോദിക്കുമ്പോ രുക്കും അച്ചുവിനോട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കത് കണ്ടപ്പോ മനസ്സിന് പിടിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് വാങ്ങാതിരുന്നത് എന്ന് രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, നിനക്കതിന് ഗർഭമൊന്നുമില്ലല്ലോ പിന്നെന്താണ് എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, അച്ചു ഞാൻ നല്ല മൂഡിലല്ല, ഈ സമയത്ത് എന്നെ പരിഹസിക്കരുത് എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഈ അത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, ചേച്ചിക്ക് എന്തായാലും അത് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാതിരുന്നപ്പോൾ ചേച്ചിക്ക് തോന്നാത്ത വിഷമം നിനക്കെന്തിനാണ് തോന്നിയത് എന്ന് രുക്കു ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, സത്യം എനിക്കല്ലേ അറിയുള്ളൂ, നിന്റെ ഗർഭത്തെ കുറിച്ച് അവരൊക്കെ സംസാരിക്കുമ്പോ ശരിക്കും ഞാൻ അവരുടെ മുന്നിൽ ഉരുകുകയാണ്, ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ലെന്ന് അച്ചു പറയുമ്പോൾ വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണ് രുക്കു. അച്ചു അപ്പൊ പറയുന്നുണ്ട്, രുക്കു ഈ കാര്യം നീ കുറച്ചുകൂടി സീരിയസ് ആയി നോക്കണം, എല്ലാവർക്കും നമ്മളിങ്ങനെ പ്രതീക്ഷ കൊടുത്താൽ അവസാനം എന്താവുമെന്ന് എനിക്കറിയില്ല, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നീ പറഞ്ഞത് നീ ഗർഭിണിയാണെന്ന്, അത് നമുക്ക് സത്യമാക്കിയാൽ എന്താ എന്ന് അച്ചു ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്ന് വെച്ചാ ഞാൻ ഉടനെ പ്രഗ്നന്റ് ആവണം അല്ലേ, എന്നാ എനിക്ക് ഉടനെ തന്നെ ഗർഭിണിയാവാൻ ഒരു താല്പര്യവുമില്ല, നമ്മുടെ ജീവിതത്തെ പറ്റി നീ ചിന്തിക്കാറുണ്ടോ, എനിക്കോ നിനക്കോ ഒരു ജോലിയുണ്ടോ, സെറ്റിലായിട്ട് മതി ഇതെല്ലാം എന്ന് രുക്കു പറയുന്നുണ്ട്. ചുവപ്പ പറയുന്നുണ്ട്, എനിക്ക് ഉടനെ തന്നെ ജോലി കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ആദ്യം ജോലി കിട്ടട്ടെ എന്നിട്ട് മതി ജീവിതം സെറ്റിൽ ചെയ്യുന്നത്, കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ പേരിൽ ജീവിതം തളച്ചിടാനൊന്നും ഞാൻ തയ്യാറല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സംസാരിച്ചതല്ലേ, ഇതിലൊരു ധാരണയിലും എത്തിയതാണ്, നീ ഇപ്പോ ആ ധാരണ നീയായിട്ട് തെറ്റിക്കരുത്, എനിക്ക് വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് രുക്കു ദേഷ്യത്തോടെ വീണ്ടും പോയി കിടക്കുകയാണ്. അച്ചുവിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അതിനുശേഷം അർച്ചന ചിന്നുവിന് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനി എനിക്ക് എപ്പോഴാണ് കോളേജിലേക്ക് പോവാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, 2 ദിവസം കഴിയട്ടെ എന്നിട്ട് പോകാമെന്ന് പറയാണ്. അതിനുശേഷം അമ്മ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന കുളിക്കാനായി പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയുടെ കൈ ചിന്നു ശ്രദ്ധിക്കുന്നത്. കയ്യിലെ ആ മുറിവ് കണ്ട് ചിന്നു ചോദിക്കുന്നുണ്ട്, അമ്മേ എങ്ങോട്ടേക്കൊന്ന് വന്നേ, ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് അർച്ചനയെ അടുത്തിരുത്തിക്കൊണ്ട് എന്താണ് അമ്മയുടെ കയ്യിലെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കയ്യിലെ ആ മുറിവ് അർച്ചനയും നോക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചതാണ്, ഏതെങ്കിലും മൃഗങ്ങൾ അമ്മയെ മാന്തിയോ എന്നൊക്കെ ചിന്നു ചോദിക്കുമ്പോ അർച്ചന ആലോചിക്കുന്നുണ്ട്. കരിമലക്കൊടിയിൽ വെച്ച് സംഭവിച്ചതാണ് അത്, താൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുമ്പോ ആ രക്ഷകൻ തന്നെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിൽ തട്ടി മുറിഞ്ഞതാണ് ആ മുറിവ്.
അർച്ചന അത് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. ചിന്നു അപ്പൊ വീണ്ടും എന്താണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കരിമലക്കൊടിയിൽ വെച്ച് സംഭവിച്ചതാണ് മോളെ, ഇത് കാര്യമാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം അർച്ചന കേസിന്റെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തന്റെ മനസ്സിൽ ആ രക്ഷകനെ കുറിച്ചും കരിമലക്കൊടിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ് മനസ്സിൽ വരുന്നത്. അങ്ങോട്ടേക്ക് അനന്തം വരുന്നുണ്ട്. അനന്തം എന്നിട്ട് ചേച്ചി ഇതുവരെ കിടന്നില്ലേ, കേസിനെ കുറിച്ച് മാത്രം ആലോചിക്കണ്ട, ചേച്ചിയുടെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കണം, ചേച്ചി പോയി എന്ന് പറയുന്നുണ്ട്. അച്ഛനപ്പ പറയുന്നുണ്ട്, ഞാന് കേസിന്റെ റെഫറൻസ് നോക്കുമായിരുന്നു, അതെന്തായാലും കഴിഞ്ഞു, നീ പോയി കിടന്നോ, ഞാനും പോവാണെന്ന് പറയുന്നുണ്ട് അർച്ചന. എന്തിനപ്പോ ശരി ചേച്ചി എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. എന്തിൻ അകത്തേക്ക് പോയതും അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആ കോള് കണ്ട് അർച്ചന ആകെ ഷോക്കാവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.